ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റാബേസിലെ ടേബിളിലെ വാല്യൂസ് PHP വെച്ച് എങ്ങനെയാണ് നമ്മുടെ HTML പേജിൽ വ്യൂ ചെയ്യിക്കണം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രോജക്റ്റിൻ്റെ ഫോൾഡർ എന്നുള്ളതാണ് ഈ ഫ്രൂട്ട് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനത് VS കോഡിൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. ഞാൻ ഇൻഡെക്സ് പേജ് എന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇൻഡെക്സ് പേജിൻ്റെ അത് കോപ്പി പാത്ത് ചെയ്ത് വന്നിട്ട് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത് വന്നിട്ട് HTDocs വരെ ഞാൻ കളയാൻ വന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് നിർത്തും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോജക്റ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഫോം സെറ്റ് ചെയ്തായിരുന്നു. അത് ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ PHP വെച്ച് ചെയ്തായിരുന്നു. ഞാൻ ഡാറ്റാബേസ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ അപ്പാച്ചി MySQL സ്റ്റാർട്ട് ചെയ്തിടണം ചെയ്യണതിന് മുമ്പ്. അതിൻ്റെ അകത്ത് അഡ്മിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ PHP MyAdmin ഓപ്പൺ ആവും. ഇതിൻ്റെ അകത്ത് എൻ്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഷോപ്പ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ടേബിളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ടേബിൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞത്. ഇതാണ് എൻ്റെ ടേബിൾ. ഇപ്പം അതിൻ്റെ അകത്ത് ഒരു 4 വാല്യൂസ് കിടപ്പുണ്ട്. ഈ ഒരു ടേബിളിനകത്ത് ഈ വാല്യൂസ് നമുക്ക് എങ്ങനെ ഇവിടെ ഒരു ടേബിളിൽ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടേബിൾ ജനറൽ .php എന്ന് പറഞ്ഞൊരു പേജിൻ്റെ അകത്ത് ഒരു ടേബിളിൽ ഡിസൈൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെ ഈ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ 1 2 3 4 5 അവിടെ വന്നേക്കണതിൻ്റെ അവിടെ നമുക്ക് 2 3 4 5 നമ്മുടെ ടേബിൾ ID കൊടുക്കാം. ഈ നെയിമിന് പകരം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നെയിം കൊടുക്കാം. പിന്നെ ഇവിടുത്തെ ഇത് പൊസിഷൻ മാറ്റി ഡിസ്ക്രിപ്ഷൻ, ഇവിടെ പ്രൈസ്, ഇവിടെ ക്വാണ്ടിറ്റി അങ്ങനെ കൊടുത്തിട്ട് വാല്യൂസ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം നോക്കാം. ഞാൻ ടേബിൾ ജനറൽ എന്ന് പറഞ്ഞ ഒരു പേജ് എടുത്തു. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ടേബിളിൻ്റെ ഡിസൈൻ കിടപ്പുണ്ട്, അതാണ് ഞാൻ ഈ കാണിച്ചത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് വാല്യൂസ് കിടപ്പുണ്ട്, ഈ 1 2 3 4 5 ഒരു റോസ്. അപ്പം അത് നമുക്ക് വേണ്ട. അതിപ്പോൾ കിടക്കണത് ബോഡിക്കകത്താണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ വാല്യൂസ് ഞാൻ കളയാം. നമുക്കിപ്പോൾ പുതിയതായിട്ട് ഒന്നിടാം. ഇപ്പോൾ ബോഡിക്കകത്ത് ഒന്നുമില്ല. ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ എല്ലാ റോസും പോയിട്ടുണ്ട്. ഇനി നമുക്ക് PHP വെച്ചിട്ട് ഇവിടെ നിന്ന് ഫെച്ച് ചെയ്ത് എങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ബോഡിക്കകത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഒരു TR ടാഗൊക്കെ ഞാൻ ഉണ്ടായിരുന്നത് കളഞ്ഞു. അപ്പോൾ ആ ഒരു നേരത്തെ ഡിസ്പ്ലേ ചെയ്യിച്ചിരുന്ന അതൊക്കെ പോയി. നമുക്ക് പുതിയൊരു TR ടാഗും TD ടാഗും കൊടുത്തിട്ട് അതിൻ്റെ അകത്തൊക്കെ വാല്യൂസ്, ഡാറ്റാബേസിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യിക്കണം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് PHPയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇടാണ്. ബോഡിക്കകത്താണ് നമ്മൾ കൊടുക്കുന്നത്. ബോഡിക്കകത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഹെഡിങ് ആയിട്ടുള്ള ഈ റോ, ടേബിളിൻ്റെ ഈ ഹെഡിങ് റോ കിടക്കണതിൻ്റെ നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ PHPയുടെ ഓപ്പണിംഗ് ക്ലോസിങ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ കേസിൽ ബോഡിക്കകത്താണ് നമ്മൾ നെക്സ്റ്റ് TR ടാഗ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ ഈ PHPയുടെ ഓപ്പണിംഗ് ക്ലോസിങ് ഇട്ടു. എന്നിട്ട് ഇവിടെ നമ്മൾ കോൺഫിഗറേഷൻ പേജ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ കോൺഫിഗറേഷൻ പേജിൻ്റെ അകത്ത് സെർവർ നെയിം, ലോക്കൽ ഹോസ്റ്റ്, അങ്ങനെ യൂസർ നെയിം, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഡാറ്റാബേസിൻ്റെ പേരൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പം നമ്മളത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. കോൺഫിഗറേഷൻ പേജ് ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ക്വറി ഒരു വേരിയബിൾ എടുത്ത് വെക്കണം. അപ്പോൾ ക്വറി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് $SQL എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സ് ഇട്ട് സെമി കോളൻ ഇട്ടു. അപ്പോൾ നമുക്ക് ഈ ടേബിൾ പ്രോഡക്ട്സിൻ്റെ ഇതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ പ്രോഡക്ട്സ് എന്നുള്ളതാണ് നമ്മുടെ ക്യൂറി വരിക. അതിൻ്റെ അകത്തുള്ള എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അപ്പോൾ നമുക്ക് കണ്ടീഷൻ ഒന്നുമില്ല, ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിളിൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്യൂറി. ഇനി നമുക്ക് ക്യൂറി എക്സിക്യൂട്ട് ചെയ്യണം. ക്യൂറി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ MySQL_query. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം കണക്ഷൻ്റെ വേരിയബിൾ കോമിട്ടിട്ട് നെക്സ്റ്റ് SQLൻ്റെ വേരിയബിൾ, അതായത് നമ്മുടെ SQL ക്യൂറി ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിപ്പോൾ എടുത്തു വെച്ചേക്കുന്ന വേരിയബിൾ SQL എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ അകത്തോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ RES എന്ന് പറഞ്ഞൊരു വേരിയബിൾ അകത്തോട്ട് ഞാനതെടുത്ത് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 4 റോ ഉണ്ട്. ഈ ഓരോ റോയിൻ്റെ അകത്തും കുറച്ച് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഈ 4 റോയിൽ കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിക്കാൻ പോവാണ്. പിന്നെ ഈ ഓരോ റോയിൻ്റെ അകത്തുള്ള ഈ വാല്യൂസിനെ നമ്മൾ അറേ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വാല്യൂസ് ഫെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ വൈൽ ലൂപ്പ് കൊടുക്കുകയാണ്. വൈൽ ലൂപ്പിൻ്റെ അകത്ത് $റോ ഞാനൊരു അറേ ഉണ്ടാക്കുകയാണ്. അതായത് ഈ വാല്യൂസ് ഓരോ റോയിൻ്റെ അകത്തുള്ള ഈ 1 2 3 4 ഈ 5 വാല്യൂസ്
നമുക്കൊരു അരേൻ്റെ അകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അതിനെ അരയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് mysqli_fetch_array. അതിൻ്റെ അകത്ത് നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വൈലിൻ്റെ അകത്ത് നമ്മളൊരു അരേ ഉണ്ടാക്കി എന്നിട്ട് ആ ഒരു ടേബിളിനകത്തുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അരയായിട്ട് ഫെച്ച് ചെയ്തിട്ട് ഈ $റോവിൻ്റെ അകത്തോട്ട് എടുത്തു വെച്ചു. അതാണിപ്പോൾ ചെയ്തത്. ഈ വൈൽ ലൂപ്പിൻ്റെ വാക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിവിടെ എക്കോൻ്റെ അകത്ത് ഹലോ എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ റൺ ചെയ്യുന്നു. ഇവിടെ ഹലോ 4 പ്രാവശ്യം പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് BR ടാഗ് ഇട്ട് കൊടുക്കാണ്, ബ്രേക്ക് ടാഗ് കൊടുക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 പ്രാവശ്യം ഹലോ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 റോ ആണുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ 4 പ്രാവശ്യം പ്രിന്റ് ചെയ്ത് വന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 5 ഹലോ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ 5 റോ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 5 പ്രാവശ്യം ഹലോ വന്നത്. അതായത് ഈ വൈൽ ലൂപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ റോയിൽ കൂടെ ലൂപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ $റോ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഒരു അര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോയിലെ ഈ ഒരു വാല്യൂസിനെ അരേ ഫോമിൽ ഫെച്ച് ചെയ്തിട്ട് ഇൻഡെക്സ് പൊസിഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഐഡിൻ്റെ അകത്ത് ഈ 2 കിടക്കുന്നത് ഇൻഡെക്സ് പൊസിഷൻ 0-ൽ വരും, ബനാന 1-ൽ വരും, ബനാന 1 kg എന്നുള്ളത് ഇൻഡെക്സ് പൊസിഷൻ 2-ൽ വരും, ഇത് 3-ൽ വരും, ഇത് 4-ൽ വരും, അങ്ങനെ. അപ്പം അത് നമുക്ക് അതും കൂടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ അരേൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ 2 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ഐഡിൻ്റെ അവിടെ 2 എന്നുള്ളതും, ഇവിടെ നെയിമും, ഇവിടെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ നമുക്ക് കൊടുക്കേണ്ടത് ഈ അരേൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അരേൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ വെച്ച് വിളിക്കാം, അല്ലെങ്കിൽ ഈ ടേബിളിൻ്റെ ഈ ഹെഡിങ് വെച്ചിട്ട് ഈ പേര് വെച്ചിട്ട് വിളിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഈ വൈലിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് ആ PHP ഒന്ന് ക്ലോസ് ചെയ്യണം. അതായത് ഈ ഒരു PHP ടാഗ് ക്ലോസ് ചെയ്യണം. ഇവിടെ വന്നിട്ടുണ്ട്, അത് ഈ PHPയുടെ ഓപ്പണിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റർ വെച്ചിട്ട് ഇവിടെ PHPയുടെ ഓപ്പണിംഗ് കൊടുത്തു. അതായത് ഈ PHP ഞാൻ ഇവിടെ വെച്ച് ഓപ്പണിംഗ് ബ്രേസ് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. അതേപോലെ ഈ വൈലിൻ്റെ ക്ലോസിംഗ് ബ്രേസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് PHPയുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ഇടയിൽ വെച്ച് ഇങ്ങനെ ബ്രേക്ക് ആയിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് കൊടുത്താലും അത് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന കാര്യമായിരിക്കും. ഇപ്പം ഞാൻ H2 ടാഗിൻ്റെ അകത്ത് ഹലോ കൊടുത്തു, അത് ശരിക്കും ഈ വൈലിൻ്റെ അകത്ത് പെട്ടതാണ്. ഇപ്പം ഞാൻ റൺ ചെയ്ത് കാണിക്കുമ്പോൾ കാണാം ഈ 5 ഹലോ വന്നിട്ടുണ്ട് ഹെഡിങ് ടാഗിൻ്റെ അകത്ത്. അതായത് അത് ആ വൈൽ ലൂപ്പിൻ്റെ അകത്ത് പെട്ടതാണ്. നമ്മളത് ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഇട്ടു എന്ന് വെച്ച് പേടിക്കണ്ട, അത് നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇനി കൊടുക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും. നമുക്ക് ഇനി കൊടുക്കേണ്ടത് ടേബിളിൻ്റെ TR ടാഗ്, ഒരു റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് 5 റോ ഇല്ലേ, ഇപ്പോൾ TR ടാഗ് ഇടുമ്പോൾ ഇവിടെ 5 റോ ഇങ്ങനെ ക്രിയേറ്റ് ആയി വരും. ഇപ്പം നമ്മൾ വാല്യൂസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ TDക്കകത്ത് ഇവിടെ ഹലോ എന്ന് തന്നെ ഞാൻ പിന്നെയും കൊടുക്കാണ്. കണ്ടപ്പോൾ ഇവിടെ 1 2 3 4 5 റോ ക്രിയേറ്റ് ആയിട്ട് ഹലോ 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 എന്നുള്ളത് 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് TD ടാഗ് ഇട്ടപ്പോൾ വന്നിട്ടുണ്ട്. ഒരു TD ടാഗ് ഇട്ടുകൊണ്ട് ആദ്യത്തെ ആ ഐഡിൻ്റെ താഴെയിട്ട് വന്നു. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വേറെ നെക്സ്റ്റ് TD ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നെയിം എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ നെയിമിൻ്റെ അടിയിലായിട്ട് ആ ഒരു ഇത് വന്നു. അതേപോലെ നമ്മൾ എത്ര TD ടാഗ് ഇടണോ അതനുസരിച്ച് വരും. നമുക്കിപ്പോൾ വെറുതെ TDക്കകത്ത് ഓരോന്നും പ്രിന്റ് ചെയ്യാനില്ല. നമുക്ക് ആ TDക്കകത്ത് നമ്മുടെ $റോ എന്ന് പറഞ്ഞ അരേൻ്റെ അകത്ത് ഇൻഡെക്സ് പൊസിഷൻ 0 ഉള്ള ഒരു ID ആണ് നമുക്ക് ആദ്യത്തെ ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ PHPയുടെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ടാഗും വിളിക്കാം. അത് കഴിഞ്ഞിട്ട് എക്കോൻ്റെ അകത്ത് നമ്മുടെ അരയായ $റോ ഇൻഡെക്സ് പൊസിഷൻ 0 ഇല്ല. അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് 0 ഇല്ല, എന്നിട്ട് ലാസ്റ്റ് സെമി കോളൻ ഇടാം. ഇപ്പം നമ്മുടെ എക്കോ $റോ ഇൻഡെക്സ് പൊസിഷൻ 0 എന്നുള്ളത് ഈ ID ആണ്. ഈ ID അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കിടക്കണതാണ്. ഇങ്ങനെ 5 പ്രാവശ്യം ലൂപ്പ് ചെയ്ത് വരും. ഇത് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ട 2 3 4 5 6 ഇതങ്ങനെ ലൂപ്പ് പേജ് വന്നു.
ഇതിപ്പോൾ നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ടേബിളിൻ്റെ ഒരു ഹെഡിങ് ആണ് പറഞ്ഞു കൊടുക്കണം. ഐ ഡിക്ക് ഐ ഡി എന്നാണ് ഹെഡിങ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് സിംഗിൾ കോട്ടിൻ്റെ അകത്ത് ഐ ഡി എന്നുള്ള പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നെയിമാണ്. നെക്സ്റ്റ് അപ്പോൾ നെയിം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ഈ ഒരു നെയിം, പിന്നെ ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ക്വാണ്ടിറ്റി, ഈ കാര്യങ്ങൾ എല്ലാം ടി ഡി ടാഗിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ അപ്പം ഞാനിത് റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹെഡിങ് ഇവിടെ കിടക്കുന്നത് ഞാൻ മാറ്റിയിട്ടില്ല. ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ഇപ്പം ഞാൻ ഹെഡിങ് ചേഞ്ച് ചെയ്തു. ഇപ്പം എല്ലാത്തിൻ്റെയും താഴെയായിട്ട് നമ്മുടെ ഡാറ്റാബേസിലെ വാല്യൂസ് പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിൻ്റെ ആ ഹെഡിങ് വരുന്ന ഒരു റോ കഴിഞ്ഞിട്ട് ഉള്ള റോയിലാണ് നമുക്ക് ഈ ഒരു റോ കഴിഞ്ഞിട്ടുള്ള റോയിലാണ് നമുക്ക് നമ്മുടെ ഡാറ്റ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഇവിടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഇതിൻ്റെ അകത്ത് ടീ ബോഡിക്കകത്താണ് അത് വരുന്നത്. അപ്പോൾ ടീ ബോഡിക്കകത്ത് PHP ഓപ്പണിംഗ് ക്ലോസും കൊടുക്കുക, കോൺഫിഗ് പേജ് ഇൻക്ലൂഡ് ചെയ്യുക, SQLൻ്റെ ക്യൂറി നമ്മളൊരു വേരിയബിൾ എടുത്ത് വെക്കുക, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് തന്നെ ഒരു വേരിയബിൾ തൊട്ട് എടുത്ത് വെക്കുക. പിന്നെ ഓരോ ടേബിളിലെ റോയിലെ കൂടെ ലൂപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വൈൽ ലൂപ്പ് കൊടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റ അരേ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണം, അരേ ഇതിലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് അരേ ഫോമിൽ ഇരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഫെച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് MySQL_fetch array എന്നുള്ളത് ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് $RES റിസൾട്ട് വേരിയബിൾ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ $O എന്നുള്ള ഇപ്പോൾ അരേ ഉണ്ട്, ആ അരേ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാം. അതെല്ലാം ടി ഡി ടാഗിൽ എക്കോ ചെയ്യിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വൈലിൻ്റെ ക്ലോസിങ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വ്യൂ ചെയ്യിക്കുന്നത്. ഞാൻ വേറൊരു രീതിയിൽ വ്യൂ ചെയ്യിക്കുന്നത് കാണിച്ചാൽ, ഇപ്പം നമ്മുടെ ആമസോണൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോഡക്ട്സ് ഓരോ കാർഡായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അതായത് ഇപ്പം ഞാൻ ക്യാപ്പ് എന്നുള്ളത് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഓരോ കാർഡിൻ്റെ അകത്തായിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് തന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇത് ശരിക്കും അഡ്മിൻ്റെ ഒരു ഡാഷ്ബോർഡാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ യൂസറിൻ്റെ സൈഡിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇവിടെ നമുക്ക് ഇനി കാർഡുകളുടെ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിടാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 2 കാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ച് ഇവിടെ അത്രയും കാർഡുകൾ വേണം. അങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം ഇമേജ് ഒന്നും നമുക്ക് വേണ്ട. അപ്പം നമ്മളത് ഇമേജിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഇമേജിൻ്റെ ടാഗ് വരുന്നത് എടുത്ത് കളയാണ്. ഇപ്പം 2 കാർഡ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കാർഡ് ടൈറ്റിൽ മാറ്റിയിട്ട് പ്രോഡക്റ്റിൻ്റെ പേര് കൊടുക്കുക, ഇവിടെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ ഒരു 2 ടെക്സ്റ്റും കൂടി ഇട്ടിട്ട് അവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബട്ടന് മുമ്പായിട്ട് ഞാൻ ഒരു പാരഗ്രാഫ് ടാഗ് കൂടി ഇടാണ്. ഞാൻ ഒരു കാർഡ് എടുത്ത് കളയാണ്. നമുക്കൊരു കാർഡിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രൈസ് കൊടുക്കാം, ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ഇതാണ് എൻ്റെ കാർഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും പകരം നമ്മുടെ
ഡാറ്റാബേസിൽ ഈ വാല്യൂസ് വരണം. ബനാന എന്നുള്ളത് ഇവിടെ കാർഡ് ടൈറ്റിലായിട്ട് വരണം. ഈ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഈ പാരഗ്രാഫായിട്ട് വരണം. അപ്പോൾ നമ്മളതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു സെയിം സംഭവം തന്നെ നമ്മുടെ PHPയുടെ ഈ ഒരു സെയിം കോഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ TD ടാഗിൻ്റെ അകത്തൊക്കെ ഇട്ടാണ് നമ്മൾ ഈ വാല്യൂസ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വരുമ്പോൾ അത് ഈ ഓരോന്നിൻ്റെ അകത്തായിട്ട് PHP എക്കോയിൽ $ഓൻ്റെ അകത്ത് ID നെയിം കാര്യങ്ങൾ കൊടുക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ നിന്ന് തന്നെ ഈ ഒരു കോഡ് കോപ്പി ചെയ്യാണ്. ഇതാണ് നമ്മുടെ കാർഡ്. അപ്പോൾ കാർഡിൻ്റെ div ക്ലാസ് കാർഡ്, അതായത് കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ PHPയുടെ കോഡ് കൊണ്ടുവന്നിടാണ്. PHPയുടെ ക്ലോസിങ് ഞാൻ കാർഡിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട്, അതായത് ഇതാണ് കാർഡിൻ്റെ സ്റ്റാർട്ടിങ്, അപ്പോൾ ഇതാണ് കാർഡിൻ്റെ എൻഡ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് കൊണ്ടിടാം. നമുക്ക് കാർഡ് ടൈറ്റിൻ്റെ അവിടെ വരേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നെയിമാണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ നെയിം നമുക്ക് അവിടെ എക്കോ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പ്രോഡക്റ്റിൻ്റെ നെയിം അവിടെ എക്കോ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു പാരഗ്രാഫ് മാറ്റിയിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇപ്പം ഞാൻ പ്രൈസ് മാറ്റിയിട്ട് അവിടെ എക്കോ $, അതിൻ്റെ അകത്ത് ആ പ്രൈസ് കൊടുക്കാം. ക്വാണ്ടിറ്റി മാറ്റിയിട്ട് ക്വാണ്ടിറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളിട്ട് ബട്ടൺ നമുക്കിപ്പോൾ ചെയ്യാനില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഇത് റീഫ്രഷ് ചെയ്യാണ്. ഇപ്പോൾ റീഫ്രഷ് ചെയ്തപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ ഇപ്പോൾ 5 എണ്ണമാണുള്ളത്. 5 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ടൈറ്റിൽ മാറി ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേരൊന്ന് ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ആ ഒരു വലിയ പാരഗ്രാഫ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഡിസ്ക്രിപ്ഷൻ വന്നു. ഇവിടെ പ്രൈസ് വന്നു, ഇവിടെ ക്വാണ്ടിറ്റി വന്നു. ഇങ്ങനെയാണ് നമ്മൾ PHPയിൽ വ്യൂ ചെയ്യിക്കുന്നത്.